മൂന്നാമത്തെ ഹീറ്റ്സിലേക്ക്. കാരണം മത്സരങ്ങൾ ഇവിടെ അതിവേഗത്തിൽ വളരെ സൂപ്പർ സ്പീഡിൽ മത്സരങ്ങൾ ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഹീറ്റ്സിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആവേശകരമായ കാഴ്ച കാണാം. സുനിലെ ഒന്നാം ട്രാക്കിൽ മൂന്നാം ഹീറ്റ്സിന്റെ ഒന്നാം ട്രാക്കിൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് തുഴയുന്ന ഹര ചമ്പക്കുളം. ഈ നെഹ്റു ട്രോഫിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ചമ്പക്കുളം വള്ളത്തിന്റെ കഥയും ചമ്പക്കുളം വള്ളവും. ചമ്പക്കുളം ഒന്നാം ട്രാക്കിൽ വരുന്നു, ചങ്ങനാശ്ശേരിയുടെ ചമ്പക്കുളം. ഈ ഹീറ്റ് നിങ്ങൾ ലോകമെമ്പാടുമുള്ള കൈരളി ന്യൂസിന്റെ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൈനകരി ഡെർബിയാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ വലിയ മാഞ്ചസ്റ്റർ ഡെർബി, കൊൽക്കത്ത ഡെർബി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിന്റെ വള്ളംകളി രംഗത്തെ കൈനകരി ഡെർബി അരങ്ങേറാൻ പോവുകയാണ്. ട്രാക്ക് 2 നിങ്ങളൊന്ന് നോക്കിക്കേ. ആരാ? UBC കൈനകരി തുഴയുന്ന തലവടി UBC കൈനകരി. ട്രാക്ക് 3 നിലവിലുള്ള ചാമ്പ്യന്മാരും കഴിഞ്ഞ 5 തവണയും നെഹ്റു ട്രോഫിയുടെ കിരീട ജേതാക്കളുമായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന മേൽപ്പാടം ചുണ്ടൻ. ഈ പള്ളാത്തുരുത്തി എന്ന് പറയുന്നതും കൈനകരി പഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ്. കൈനകരിയുടെ തെക്ക് പടിഞ്ഞാറ് മാറിയുള്ള പള്ളാത്തുരുത്തിയും കൈനകരിയിൽ തന്നെയുള്ള UBC വരുമ്പോ അതിനെ കൈനകരി ഡെർബി എന്നല്ലാതെ വേറെ എന്ത് പേരിട്ടാണ് വിളിക്കുക? നെഹ്റു ട്രോഫിയിലെ ബ്രസീൽ അർജന്റീന മത്സരം എന്നു വരെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ബ്രസീൽ അർജന്റീന പോരിന് അരങ്ങൊരുങ്ങുകയാണ്. 2ാം ട്രാക്കിൽ UBC കൈനകരി, 3ാം ട്രാക്കിൽ വള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം, 4ാം ട്രാക്കിൽ വെള്ളൂരിന്റെ ആലപ്പാടൻ. ശ്രദ്ധ എത്രയും എന്റെയും സുനിലിന്റെയും നിങ്ങളുടെയും ഒക്കെ ശ്രദ്ധ എല്ലാം 2ലും 3ലുമാണ് കളി. 2ലും 3ലുമാണ് കളി. 2ലാരാ? തലവടി തലൈവർ തലവടി വരുന്നു. UBC കൈനകരി 12 വർഷം നെഹ്റു ട്രോഫി ജേതാക്കളായ ക്ലബ്ബ്. നേരത്തെ ഞാൻ കാരിച്ചാല് പറഞ്ഞത് വള്ളം, ഇത് ക്ലബ്ബ്. 12 തവണ നെഹ്റു ട്രോഫി ജയിച്ച ക്ലബ്ബ് എന്ന പെരുമയുള്ള യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനകരി തുഴഞ്ഞെത്തുന്നു 2ാം ട്രാക്കിൽ ഇൻ തലവടി ചുണ്ടൻ. അതേസമയം 3ൽ നിലവിലുള്ള ചാമ്പ്യന്മാർ ഡബിൾ ഹാട്രിക് നേടിയാണ് ഈ വരവ്. വള്ളാത്തുരുത്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പവർ എത്രയാണ് ശരിക്കും നമ്മൾ കാണാൻ പോവുകയാണ്. വള്ളാത്തുരുത്തി മേൽപ്പാടവുമായി 3ലടിക്കുമ്പോ ഇതാണ് കളി, ഇതാണ് ഡെർബി. കൈനകരി ഡെർബി ടൈം ഇൻ പുന്നമട. സുനിൽ ഷാജി ചേട്ടാ, മോനെ ഇത് ഇച്ചിരി സമയം എടുക്കും, ഇച്ചിരി പുളിക്കും. കാരണം ജലോത്സവ പ്രേമികൾ ഉറ്റുനോക്കുന്ന ഒരു ഹീറ്റ്സ് തന്നെയാണ് ഇത്. അക്കരെ ഇക്കരെ 2 കരക്കാർ തമ്മിലുള്ള യുദ്ധം എന്ന് വിശേഷിപ്പിക്കുക. 6ാം തമ്പുരാനാണ് തലവടി. നിങ്ങളത് ഈസി ആയിട്ട് കാണണ്ട മോനെ. ഇത് എതിരാളിയുണ്ട് കൂട്ടത്തില്, ഇത് ഇച്ചിരി വിഷമിക്കും. കാരണം ഇത് നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ കാരിച്ചാൽ ഒറ്റയ്ക്കോ സമയം കുറയ്ക്കോ കൂട്ടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉദാഹരണമായിട്ടാണ് ഹീറ്റ്സ് വന്നിരിക്കുന്നത്. ചേട്ടനൊന്ന് നോക്കൂ, 2ലും 3ലും വള്ളം എങ്ങനെ മത്സരിക്കാൻ പോകുന്നത്. കടിച്ചു പിടിച്ച് കിടക്കും, ആരും വിട്ടുപോകത്തില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് പത്മകുമാറാണ് തലവടി 6ാം തമ്പുരാന്റെ ക്യാപ്റ്റൻ. പത്മകുമാർ ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇപ്രാവശ്യം കൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്താൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കപ്പ് എടുത്തില്ലെങ്കിൽ ഇപ്രാവശ്യം കൊണ്ട് ഈ പരിപാടി നിർത്താൻ. പത്മകുമാർ അങ്ങനെയല്ല, നമ്മൾ ഈ സ്പോർട്സ് ഫാൻസിലൂടെ കാണണം, തീർച്ചയായിട്ടും നമുക്ക് ജയം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ. ചേട്ടാ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു ജലോത്സവ പ്രേമിയാണ്. ചേട്ടൻ അത് ഇരുത്താനും എന്നോട് അനുകൂലിച്ചാലും ശരി, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ജലോത്സവത്തിനൊരു മാറ്റം ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യം പള്ളാത്തുരുത്തിക്ക് ആരെങ്കിലും ഒരു അടി കൊടുക്കണം. അതിപ്പോ ജലോത്സവം മാത്രമല്ല സുനിലെ, ഏതൊരു മത്സരത്തിലും ഒരു സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന 3ാമത്തെ ഹീറ്റ്സ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. കൈനകരിയുടെ ഡെർബിയാണിത്. 2ാം ട്രാക്കിൽ UBC കൈനകരി തുഴയുന്ന തലവടിയെങ്കിൽ 3ാം ട്രാക്കിൽ പള്ളാത്തുരുത്തി തുഴയുന്ന മേൽപ്പാടം. UBCയുടെ ക്യാപ്റ്റൻ ആരാ? പത്മകുമാർ. സയ്യൂപ്പൻ ഐസക് ലീഡിംഗ് ക്യാപ്റ്റനും 1ാം തുഴ ശ്യാംലാൽ തൃക്കുന്നപ്പുഴ, അമരത്ത് കണ്ണൻ പുതുവൽ. പള്ളാത്തുരുത്തിക്കാര അലൻ 3 തൈക്കിലും ഏഡൻ 3 തൈക്കിലും ക്യാപ്റ്റനായിട്ടുള്ള പള്ളാത്തുരുത്തി വരുമ്പോൾ ആരാണ് 1ാം തുഴ? വള്ളംകളിയിൽ ക്രിക്കറ്റിലെ രോഹിത് ശർമ്മയെങ്കിൽ വള്ളംകളിയിലെ രോഹിത് ശർമ്മ, വരുൺ ശർമ്മ നയിക്കുന്ന 1ാം തുഴ അമരത്താര പ്രസന്നൻ കുമരകം. ആരാ ലീഡിംഗ്? മനോജ് പത്തുതെങ്ങൽ. ഇതാണ് മത്സരം. 3ാമത്തെ ഹീറ്റ്സ് അല്ലേ ഹീറ്റ്സ്. കാണുക, ചോരചിന്തിയ മനുഷ്യ മഹാപോരാട്ടങ്ങൾക്ക് വിത്തും വളവും പാകിയ കൈനകരിയുടെ മണ്ണിൽ നിന്ന് മഹാപ്രളയങ്ങളെ അതിജീവിച്ച കുട്ടനാടിന്റെ തട്ടകത്തിൽ നിന്ന് ഇരുമ്പിൻ കഷണത്തെ പോലും കരിമ്പിൻ തുണ്ടം പോലെ ചവിട്ടി മതിക്കാൻ കരുത്തുള്ള പോരാളികൾ വരുന്നു. കാണുക, യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനകരി. ഓരോ തുഴയ്ക്കും ഇവിടെ തീക്കാറ്റ് പറക്കുന്നു, ഓരോ വലിക്കും തീക്കണ്ണുകളിൽ നിന്ന് തീനാമ്പുകൾ തെറിക്കുന്നു. ഒളപ്പരപ്പിൽ മിന്നൽ പോലെ തന്നെ തെറിച്ചാണോ വരവ്? അഗ്നിപർവ്വതം ഇതാ പൊട്ടിത്തെറിക്കുന്നു. പുന്നമടയ്ക്കും ഇത്. ബിക്കോസ് ഇറ്റ് ഈസ് കൈനകരി ഡെർബി. പള്ളാത്തുരുത്തി വേഴ്സസ് UBC, UBC വേഴ്സസ് പള്ളാത്തുരുത്തി. പള്ളാത്തുരുത്തിയാണോ UBC ആണോ? UBC ആണോ പള്ളാത്തുരുത്തിയാണോ? ഇതല്ലേ കളി.
ചേട്ടാ ചളം മോശമൊന്നുമല്ല. അവർ കൊണ്ട് ഒന്നാം ട്രാക്കിൽ അതിമനോഹരമായിട്ട് താണ്ടിലെ പിടിച്ചു കിടക്കുന്നത്. അവരൊന്നും മോശമല്ല. നമ്മൾ പ്രതീക്ഷയില്ല ചമ്പക്കുളം ഇതുപോലെ വരുമെന്ന്. പക്ഷെ അതിമനോഹരമായിട്ട് മറ്റു രണ്ടിലെ മൂന്നിലെ ട്രാക്കിലൂടെ തന്നെ ഒന്നാം ട്രാക്കിൽ വെള്ളം കിടക്കുന്നു. ചേട്ടൻ കണ്ടില്ലേ? എന്താ ചേട്ടൻ അവരെ മറന്നു പോകുന്നത് ചേട്ടാ? ഒരിക്കലും മറന്ന് ചമ്പക്കുളത്തെ മറന്നുകൊണ്ട് നെഹ്റു ട്രോഫിയുടെ ദൃക്സാക്ഷി വിവരണം നൽകാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴും സുനിലെ നോക്കുക, രണ്ടിലും മൂന്നിലും തന്നെയാണ് കളി നടക്കുക. ഒന്നിൽ ചമ്പക്കുളം പറവറക്കുന്നുണ്ട്, ചമ്പക്കുളം ടോപ്പ് ഗിയറിലേക്ക് വീണിട്ടുണ്ട്. ആദ്യത്തെ 3x10 30 തുഴയെന്ന് പറഞ്ഞാൽ വള്ളം അനക്കലാണ്. ആ 30 തുഴ വീഴുമ്പോഴേക്കും 70 മീറ്റർ പിന്നിട്ട് കഴിയും. പിന്നെ ഒരൊറ്റടിക്ക് 4ാമത്തെ ഗിയറിലേക്ക് ആര് വീഴ്ത്തുന്നു? 2ഉം 3ഉം ഗിയറൊന്നും പ്രശ്നമല്ല. ക്ലച്ച് ചവിട്ടാതെ 4ാമത്തെ ഗിയറിലേക്ക് ഇടുന്നവൻ ആരാണോ അവനാണ് പറക്കാൻ പോകുന്നത്. ചേട്ടാ കൂടെ കിടക്കാൻ ഒരു പഴഞ്ചൊല്ലുണ്ട്, പള്ളാത്തുരുത്തി കൂടെ പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ അവരുടെ ഫിനിഷിംഗ് ടച്ച് പണ്ട് കുമരത്തിന്റെ ഫിനിഷ് ടച്ച് പള്ളാത്തുരുത്തിക്കാന്നാ പറയുന്നത്. അതാർക്കും മാറ്റാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായത്തിൽ, എന്റെ കാഴ്ചപ്പാടിൽ ഒരു 4 തുഴപ്പാടെങ്കിലും പുറകെ കിടന്നാൽ സുനിലെ ഈ കാഴ്ച കാണും. ഇതല്ല കൈരളി ന്യൂസിന്റെ ലോകമെമ്പാടുമുള്ള മലയാളി വള്ളങ്ങളെ പ്രേമികളെ, നിങ്ങൾ ഇത് കാണുക. 4 വള്ളങ്ങൾ. ചമ്പക്കുളമുണ്ടോ? ഉണ്ട്. തലവടിയുണ്ടോ? UBC ഉണ്ടോ? ഉണ്ട്. മേൽപ്പാടവും പള്ളാത്തുരുത്തിയും ഉണ്ട്. വെള്ളൂർ മാലപ്പാടിനുമുണ്ട്. ഇതല്ലേ വിടവുകൾ തടുത്ത് അടവുകൾ പയറ്റി എതിരാളിയുടെ മർമ്മത്തിലേക്ക് ആഞ്ഞുകൊത്താൻ പണം വിടർത്തുന്ന നാഗരാജാക്കന്മാരല്ലേ? 2ലും 3ലും UBCയും PBCയും സുനിലെ ആർക്ക് കിട്ടും കൊത്ത്? കണ്ടറിയാം. അറിഞ്ഞുകൊണ്ട് നമ്മളെ ഒരു പഴഞ്ചൊല്ലുണ്ടോ ചേട്ടാ, കണ്ടാ കൊണ്ടാൻ കൊണ്ടും പറയും എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഞാൻ തീർച്ചയായിട്ടും പറയും, ഞാനൊന്നും വിധി പറയാനാണല്ല. പക്ഷേ ഇപ്പോഴും കണ്ടില്ലേ, ഇനിയിപ്പോൾ ചെറുമുറി ഇറങ്ങാന്ന് പറയും. നമ്മുടെ മാതാവിൻ്റെ കുരിശടി ഇറങ്ങി കഴിഞ്ഞാലാണ് തുഴ മുറക്കാൻ പോകുന്നത്. ആ ചെറുമുറി ഇറങ്ങി അവിടെ സമയത്തിന് ഞങ്ങളൊക്കെ ട്രാക്കിൽ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുന്ന സമയം ഏതാണ്, ചെറുമുറി എത്ര മിനിറ്റ് ഇറങ്ങി, എന്നാൽ അത് മെച്ചപ്പെടുത്താൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ 30 ദിവസം ഈ ട്രാക്കിലെ പരിശീലനം എവിടെയാണ് ഇവിടെ ഇതിൻ്റെ അവസാനം കാണിക്കാൻ പോകുന്നത്? എത്ര നോക്ക് ഒരുപോലെ കടന്നു വരുന്ന എത്ര മനോഹരം. 2ലും 3ലും തന്നെയാണ് മത്സരം. 2ലും 3ലും ചമ്പക്കുളം പുറകിലേക്ക് പോയി കഴിഞ്ഞു. 2ലും 3ലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഓറഞ്ച് ജേഴ്സിയിൽ വരുന്നതാണ് UBC. ശ്രദ്ധിക്കുക, ഓറഞ്ച് ജേഴ്സിയിൽ ട്രാക്ക് 2വിലാണ് UBCയുടെ തലവടിയെങ്കിൽ അർജന്റീനയുടെ പോലെ തന്നെ ആ നീലയും വെള്ളയും, ആകാശ നീലയും വെള്ളയും വരകളുള്ള അർജന്റീന ടീമിനെ അനുസ്മരിപ്പിക്കുന്ന അതേ ജേഴ്സിയിലാണ് 3ൽ മേൽപ്പാടം ചുണ്ടനിൽ അങ്ങനെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞെത്തുന്നത്. ഡബിൾ ഹാട്രിക് കിട്ടുമോ? അതോ UBCയുടെ ഒരു ഭൂതകാലം മറക്കരുത് സുനിലെ. കൈനകരിയുടെ കേളി കേട്ട മക്കളാണവർ. ഈ കായലിന്റെ അടിത്തട്ടിൽ അവരുടെ പ്രോജ്വലമായൊരു ഭൂതകാലം ഉറങ്ങിക്കിടപ്പുണ്ട്. 12 നെഹ്റു ട്രോഫി കിരീടങ്ങൾ നേടിയ ക്ലബ്ബാണവർ. അതിനെ ഒന്ന് തട്ടി വിളിക്കാൻ, അതിനെ ഒന്ന് തട്ടി ഉണർത്താൻ, കക്ക വാരുന്നത് പോലെ അതിനെ ഒന്ന് വാരിയെടുക്കാൻ ഈ തലമുറയ്ക്ക് കഴിഞ്ഞാൽ കൈനകരി ഇന്ന് പ്രകമ്പനം കൊള്ളും സുനിലെ. മനോജ് തോർത്ത് കറയ്ക്കുമോ എന്നാ ഞാൻ നോക്കുന്നത്. മനോജ് 10 തെങ്ങിൽ നമ്മുടെ പള്ളാത്തുരുത്തി. അവസാനത്തെ ക്യാമറ വന്നപ്പോഴല്ലേ സുനിലെ ചിത്രം തെളിഞ്ഞത്. ഇഞ്ചുകൾക്ക് കൈനകരി UBCയെ ഇഞ്ചുകൾക്ക് പിന്നിലാക്കി പള്ളാത്തുരുത്തി അവരുടെ അധീശത്വം 3ാമത്തെ കിഡ്സിൽ 1ാമതായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം തന്നെ ഫിനിഷ്. പക്ഷെ എന്തൊരു മത്സരമായിരുന്നു. തീർച്ചയായിട്ടും നമുക്കിതിനെ ഒരു തോൽവി എന്നൊന്നും UBCയോട് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവർ നന്നായി മത്സരിച്ചു, തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോട്. തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ ഇപ്രാവശ്യം നമ്മുടെ മനോജ് 10 നിങ്ങൾ തോർത്ത് കറക്കുന്ന കണ്ടില്ല. മറ്റത് അവരുടെ അവസാന മുഹൂർത്തത്തിൽ ആ ലാസ്റ്റ് ലാമ്പിൽ വരുമ്പോഴത്തേക്കാണ് മനോജ് തോർത്ത് കിടക്കുന്നത്. എനിക്ക് സംശയം. മനോജ് ഒന്ന് പേടിച്ചോ? തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞു തോർത്തെടുക്കുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ മനോജ് ആശാൻ പോലും ഒന്ന് ചഞ്ചലപ്പെട്ടില്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ആവേശഭരിതമായ 3ാം ഹീറ്റ്സ് ഇതായിരുന്നു ഹീറ്റ്സ് കേട്ടോ. നമ്മൾ 1ഉം 2ലും ഒക്കെ തുഴച്ചിൽ കണ്ടെങ്കിലും 3ാമത്തെ ഹീറ്റ്സിലാണ് ഒരു കളി കണ്ടത്.